നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചങ്ങനാശ്ശേരി ഫ്ലൈ ഓവറിന്റെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത് പാലാത്ര ലായിക്കാട് ബൈപ്പാസ് തെങ്ങണ റോഡുമായി ചേരുന്നിടത്ത്. സാംസ്കാരിക വകുപ്പിന്റെ ഗ്രാമീണ കലാകേന്ദ്രം പദ്ധതി നൂറുകണക്കിന് കലാകാരന്മാർക്ക് ജീവനോപാധിയായി മാറിയെന്ന് മന്ത്രി സജി ചെറിയാൻ. കേരളത്തിലെ പൈതൃക ഗ്രാമങ്ങളെ പദ്ധതിയുടെ ഭാഗമാക്കുമെന്നും മന്ത്രി. ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം ആസ്ഥാന മന്ദിരം നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. പത്തു വർഷത്തെ LDF ഭരണം കുട്ടനാടിന്റെ കാർഷിക മേഖലയെ താറുമാറാക്കിയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര കുട്ടനാട്ടിൽ വൻ തരംഗമായി മാറുമെന്നും കൊടിക്കുന്നിൽ. വാർത്തകളിലേക്ക് വിശദമായി. ചങ്ങനാശ്ശേരി ഫ്ലൈ ഓവറിന്റെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. പാലാത്ര ലായിക്കാട് ബൈപ്പാസ് തെങ്ങണ റോഡുമായി ചേരുന്നിടത്താണ് ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത്. വികസന പദ്ധതി നടപ്പാക്കാൻ സർക്കാരുമായി പൂർണ്ണമായി സഹകരിക്കുന്ന നിലയാണ് പൊതുവെ വ്യാപാരികൾ സ്വീകരിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഇതുമായി സഹകരിച്ച എല്ലാ വ്യാപാരികൾക്കും ഈ ഘട്ടത്തിൽ സർക്കാരിന്റെ നന്ദി അറിയിക്കട്ടെ. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപം നടന്ന പൊതുസമ്മേളനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA അധ്യക്ഷനായിരുന്നു. പാലാത്ര ലായിക്കാട് ബൈപ്പാസ് തെങ്ങണ റോഡുമായി ചേരുന്നിടത്താണ് ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് മുഖേനയാണ് നിർമ്മാണം. കിഫ്ബി ഫണ്ടിൽ നിന്ന് 85.68 കോടി രൂപയുടെ പുതുക്കിയ സാമ്പത്തിക അനുമതിയാണ് പദ്ധതിക്ക് ലഭിച്ചിരിക്കുന്നത്. രണ്ടുവരി ഗതാഗതത്തിന് അനുയോജ്യമായ രീതിയിൽ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 1060 മീറ്റർ നീളത്തിലും 9 മീറ്റർ വീതിയിലുമാണ് നിർമ്മാണം. 35 മീറ്റർ നീളത്തിൽ 18 സ്പാനുകളിലായി 630 മീറ്റർ പാലവും കോട്ടയം ഭാഗത്തേക്ക് 290 മീറ്റർ അപ്രോച്ച് റോഡും തിരുവനന്തപുരം ഭാഗത്തേക്ക് 140 മീറ്റർ അപ്രോച്ച് റോഡും ഉൾപ്പെടെയാണ് നിർമ്മിക്കുന്നത്. മേൽപ്പാലത്തിനു പുറമെ ഇരുവശത്തും ഓടയോടുകൂടിയ സർവീസ് റോഡും വിഭാവനം ചെയ്തിട്ടുണ്ട്. ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാകുന്നതോടെ ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമാവുമെന്ന് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA പറഞ്ഞു. ചങ്ങനാശ്ശേരിക്ക് വേണ്ടി പുതിയ പദ്ധതികൾ, പുതിയ പോലീസ് സ്റ്റേഷൻ ഉണ്ടായി, പുതിയ DYSP ഓഫീസ് നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിച്ചു, പുതിയ എക്സൈസ് ഓഫീസ് നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ സ്കൂളുകളെല്ലാം പുതിയ കെട്ടിടങ്ങൾ വന്നു, നമ്മുടെ പല കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്ത് കൊടുത്തു. അതോടെ തന്നെ എക്സൈസിന് പുതിയ ഓഫീസ് നിർമ്മിച്ച് നൽകി. അങ്ങനെ നമ്മുടെ ചങ്ങനാശ്ശേരിക്കാർ ആഗ്രഹിക്കുന്ന രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള റോഡുകൾ നമ്മൾ നിർമ്മിച്ചു. അതിന് ഏറ്റവും അവസാനമാണ് ചങ്ങനാശ്ശേരി ഫ്ലൈ ഓവറിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നത്. ചടങ്ങിൽ കുറിച്ചി പഞ്ചായത്ത് പ്രസിഡന്റ് MN മുരളീധരൻ നായർ, ചങ്ങനാശ്ശേരി നഗരസഭാ കൗൺസിലർമാരായ PA നസീർ, അജിത സലാം, ചാൾസ് മാത്യു പാലാത്ര, RBDCK മാനേജർ അരുൺ ലാൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KD സുഗതൻ, അഡ്വക്കേറ്റ് K രാധാകൃഷ്ണൻ, PM കബീർ, ബോബൻ കോയിപ്പള്ളി, PA മൻസൂർ, നവാസ് ചുടുകാട്, PR ഗോപാലകൃഷ്ണപിള്ള, ജെയിംസ് കാലാവടക്കൻ, പ്രേംചന്ദ് മാവേലി എന്നിവർ പങ്കെടുത്തു. സാംസ്കാരിക വകുപ്പിന്റെ ഗ്രാമീണ കലാകേന്ദ്രം പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ ചെയ്തു വരുന്ന നൂറുകണക്കിന് കലാകാരന്മാർക്ക് ജീവനോപാധി കണ്ടെത്താനായെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. വാസ്തുവിദ്യാ ഗുരുകുലം ആസ്ഥാന മന്ദിരം നിർമ്മാണ ഉദ്ഘാടനം ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വാസ്തുവിദ്യാ ഗുരുകുലം നിർവഹണ ഏജൻസിയായുള്ള പദ്ധതി എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ച് വലിയ തോതിൽ നടത്താനുള്ള പരിശ്രമത്തിലാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ പൈതൃക ഗ്രാമങ്ങളെ ഗ്രാമീണ കലാകേന്ദ്രം പദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഉൽപ്പന്നങ്ങൾ വാസ്തുവിദ്യാ ഗുരുകുലത്തിലൂടെ തന്നെ വിപണനം ചെയ്യുന്നതിനുള്ള സൗകര്യവുമുണ്ട്. വാസ്തുവിദ്യാ ഗുരുകുലത്തിന് സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം എന്നത് നാടിൻ്റെ സ്വപ്നമായിരുന്നു. സ്ഥലം MLA കൂടിയായ മന്ത്രി വീണ ജോർജിന്റെ ശ്രമഫലമായി കൂടിയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ പമ്പയുടെ തീരത്ത് വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ
പ്രത്യേകിച്ച് പൈതൃക ഗ്രാമമായ ആറന്മുള മണ്ണിൽ ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുക എന്ന സ്വപ്നം ബഹുമാന്യായ മന്ത്രി പറഞ്ഞ 33 വർഷത്തെ സ്വപ്നം അത് യാഥാർത്ഥ്യമാവുകയാണ്. ഗ്രാമീണ കലാകേന്ദ്രത്തിലെ കലാകാരന്മാർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനമാണ്. ഇത് ലക്ഷ്യമിടുന്നത് വളരെ കുറച്ച് യൂണിറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ വലിയ തലത്തിലേക്ക് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തു. നൂറുകണക്കിന് കലാകാരന്മാർ ഈ യൂണിറ്റുകളുടെ ഭാഗമായി വന്നു കഴിഞ്ഞു. അവർക്കെല്ലാം ഒരു ജീവനോപാധിയായി ഈ മേഖല മാറിക്കൊടുക്കുന്നു. ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാസുദേവങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞു. അതിന്റെ ഭാഗമായി നല്ല തരത്തിലുള്ള വിപണന കേന്ദ്രങ്ങളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ആറന്മുളയുടെ 3 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് വാസ്തുവിദ്യാ ഗുരുകുലത്തിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷയായ മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 3 പതിറ്റാണ്ടായി നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന്റെ സാക്ഷാത്കാരമാണ്. നമുക്കറിയാം, ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം ആറന്മുള എന്ന നമ്മുടെ ഈ ഭൂപ്രദേശത്തെ മനോഹരമായ സംസ്കാരവും പൈതൃകവും ചരിത്രവും ആചാരവും വിശ്വാസവും പ്രകൃതിയും ഒക്കെ അതിമനോഹരമായി സമന്വയിച്ചിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ഭൂപ്രദേശത്തെ ലോകത്ത് അടയാളപ്പെടുത്തുമ്പോൾ ആ അടയാളപ്പെടുത്തലുകളുടെ ആദ്യ അടയാളപ്പെടുത്തലുകളിൽ ഒന്നായി വരുന്ന ഒന്നാണ് വാസ്തുവിദ്യാ ഗുരുകുലം എന്നുള്ളത്. വാസ്തുവിദ്യാ ഗുരുകുലം എക്സിക്യൂട്ടീവ് ഡയറക്ടർ PS പ്രിയദർശൻ പദ്ധതി വിശദീകരണം നടത്തി. വൈസ് ചെയർമാൻ R അജയകുമാർ, ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി ചാക്കോ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സാംസ്കാരിക സാമൂഹിക മൂല്യങ്ങളാലും കരകൗശല പൈതൃകങ്ങളാലും സമ്പന്നമായ ആറന്മുള പൈതൃക ഗ്രാമത്തിന്റെ ചെറുപതിപ്പ് എന്ന രീതിയിൽ വാസ്തുവിദ്യാ ഗുരുകുലത്തിന്റെ ഉടമസ്ഥതയിൽ ആറന്മുള പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് അക്കാദമിക് ബ്ലോക്കുകൾ, ഹോസ്റ്റൽ സൗകര്യം, ഗ്രാമീണ കലാകേന്ദ്രം പദ്ധതിയിൽ ഉൾപ്പെട്ട സ്വയം സഹായ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും, ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന പ്രക്രിയയുടെ തത്സമയ പ്രദർശനം, വാസ്തുവിദ്യ ചുമർചിത്ര രചന മ്യൂസിയം, പൈതൃക ഗ്രാമമായ ആറന്മുളയിൽ എത്തപ്പെടുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കുന്നതിനായി ഗസ്റ്റ് റൂമുകൾ, ഓഡിറ്റോറിയം, കലാസാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള സമ്മേളന ഹാളുകൾ എന്നിവ ഉൾപ്പെടെ 60,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് 20 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ആസ്ഥാന മന്ദിരം വിഭാവനം ചെയ്തിരിക്കുന്നത്. 10 വർഷത്തെ LDF ഭരണം കുട്ടനാടിൻ്റെ കാർഷിക മേഖലയെ താറുമാറാക്കിയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. കാർഷിക പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്ന കുട്ടനാട്ടിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര വൻ തരംഗമായി മാറുമെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. UDF നിയോജക മണ്ഡലം സ്റ്റിയറിംഗ് കമ്മിറ്റി സംഘടിപ്പിച്ച പുതുയുഗ യാത്ര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തെ LDF ഭരണം കുട്ടനാടിനെ ആകെ തകർത്തിരിക്കുന്നു. കാർഷിക മേഖലയാകെ തകർത്തും ഇവിടുത്തെ വികസനം ആകെ സ്തംഭിച്ച് മുരടിച്ച് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനിയൊരു UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റിൽ നിന്ന് കുട്ടനാടിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ LDFന്റെ MLAമാരും LDFന്റെ ഗവൺമെന്റും താറുമാറാക്കിയ കുട്ടനാടിനെ അതിന്റെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ പക്ഷത്തുള്ള UDFന്റെ ഒരു MLA ഇവിടെ നീക്കണം. UDF ഗവൺമെന്റ് അധികാരത്തിൽ വേണം. അതിന് കുട്ടനാടിന്റെ സംഭാവന വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ 26-ാം തീയതിയിലെ ഈ ജാഥ 26-ാം തീയതി നമ്മുടെ ഈ പുതുയുഗ യാത്ര വലിയ കക്ഷിയെന്നോ ചെറിയ കക്ഷിയെന്നോ വലിയ നേതാക്കളോ ചെറിയൊന്നും നോക്കാതെ നമ്മുടെ ഒരു വലിയ വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ഈ ജാഥ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയൊരു ജാഥയായി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂട്ടായി പരിശ്രമിക്കാം. എന്തായാലും ശ്രീ ചേക്കോടനിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതുവരെ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. കൺവെൻഷനിൽ UDF കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ജോസഫ് ചേക്കോടൻ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി കറ്റാനം ഷാജി, DCC വൈസ് പ്രസിഡന്റുമാരായ സജി ജോസഫ്, ടിജിൻ ജോസഫ്, DCC ജനറൽ സെക്രട്ടറിമാരായ K ഗോപകുമാർ, JT റാംസെ, പ്രമോദ് ചന്ദ്രൻ, VK സേവ്യർ, ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരായ ജോർജ് മാത്യു പഞ്ഞിമരം, CV രാജീവ്, കേരള കോൺഗ്രസ് നേതാക്കളായ സാബു തോട്ടുങ്കൽ, ജോബിൾ പെരുമാൾ, കോൺഗ്രസ് എടത്വ മണ്ഡലം പ്രസിഡന്റ് ആന്റണി കണ്ണംകുളം തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണം പൂർത്തിയാകാത്ത റോഡിന്റെ തടസ്സങ്ങൾ നീക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തലവടിയിൽ പ്രദേശവാസികൾ പ്രതിഷേധ യോഗം ചേർന്നു. നാലാങ്കൽ കുന്നത്ത് പറമ്പ് റോഡാണ് ചെളിക്കുളമായി കിടക്കുന്നത്.
തലവടി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ നാലാങ്കൽ കുന്നത്തുപറമ്പ് റോഡ് റീബിൽഡ് കേരള പദ്ധതി പ്രകാരം നിർമ്മാണം ആരംഭിച്ചത് 3 വർഷം മുമ്പാണ്. നിർമ്മാണം പൂർത്തിയാകാതെ വന്നതോടെ മഴ പെയ്താൽ റോഡ് ചെളിക്കുളമാകുന്ന സാഹചര്യമാണുള്ളത്. റോഡ് നിർമ്മാണത്തിനിടയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് കുഴിയെടുത്തതും പ്രശ്നമായി മാറി. ഇതേ തുടർന്നാണ് നിർമ്മാണം നിർത്തിവെച്ചിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. നെയ്റ്റാറമ്പി പടി മുതൽ നാലാങ്കൽ പടി വരെയുള്ള ഏകദേശം 1 കിലോമീറ്ററോളം വരുന്ന ആർക്കേഡ് ബിൽഡിംഗ് ആയിരുന്നു. 3 വർഷമായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്. 3 വർഷമായി പണി തുടങ്ങി ഏകദേശം പണി തീരാറായ സമയത്ത് പൈപ്പ് ലൈൻ ഇടണമെന്നും പറഞ്ഞിട്ട് അവർ പൈപ്പ് ലൈൻ കുഴിച്ചിട്ടിട്ട് പോയിട്ട് ഇപ്പോൾ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഉള്ള ഈഗോയുടെ പ്രശ്നത്തിൻ്റെ പേരിൽ നാട്ടുകാർക്ക് ഇതിലെ നടക്കാനോ എടുക്കാനോ പറ്റാത്ത അവസ്ഥയായി. വെറും നിസ്സാരമായ കാര്യം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ ആകെ അവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അധികാരപ്പെട്ടവരുടെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും നടപടി ഉണ്ടാക്കി ഈ ജനങ്ങളെ എത്രയും വേഗം ഈ നരകത്തിൽ നിന്ന് കരകയറ്റണമെന്ന് നാട്ടുകാരെന്ന നിലയിൽ ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. അതേസമയം ഇതിനോടൊപ്പം പ്രദേശത്തുണ്ടായിരുന്ന മറ്റൊരു റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് 2 വർഷം തികയുന്നു. റോഡിൻ്റെ നിർമ്മാണ കാലാവധി അവസാനിച്ചിട്ടും നടപടി ഉണ്ടാകാതിരുന്നതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധിച്ചത്. പ്രതിഷേധ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജു വിജയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജമ്മ സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം അഞ്ജു സന്തോഷ്, ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം ബിനു ഐസക് രാജു, തലവടി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം, മുൻ അംഗം പ്രിയ അരുൺ, പൊതുപ്രവർത്തകരായ വി അരുൺകുമാർ, സജി ജോസഫ്, MK സജി, ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന നിലയിൽ നമ്മുടെ റോഡുകൾ പുനരുദ്ധാരണം ചെയ്യുന്ന ഒരു പദ്ധതി വന്നത് 2018 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാലും 2019 ആയി. അതിനെ തന്നെ 3 ലെവലിലേക്ക് മാറ്റി. ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡ്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ റോഡുകൾ, ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡുകൾ എന്നുള്ള രീതിയിൽ വേറെ റോഡുകളുടെ നീളവും വീതിയും അനുസരിച്ചാണ് ഈ റോഡുകളെ തരംതിരിച്ചത്. അതിൽ ചെറിയ റോഡുകൾ, എല്ലാ റോഡുകളും മെമ്പേഴ്സിൻ്റെ നിന്ന് എടുത്തു. നമുക്കറിയാം, ഏതൊരു പദ്ധതി വരുമ്പോഴും ജനപ്രതിനിധികൾ പറയും ഇതൊന്നും നടക്കത്തില്ല. കാവാലം പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. കുട്ടനാട് MLA തോമസ് കെ തോമസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കാവാലം ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് ശുപാർശകളും ഗ്രാമസഭാ നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് തയ്യാറാക്കിയ കരട് പദ്ധതി രേഖ ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നതിനായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാറിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോജോ ആന്റണി അധ്യക്ഷനായിരുന്നു. നമ്മുടെ പ്രദേശത്തെ തോടുകളും ആറുകളും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇപ്പോൾ ഒരു പുതിയ റോഡ് നമ്മളങ്ങോട്ട് പണിത് കഴിഞ്ഞാൽ അവിടെ വെള്ളം ഒഴിക്കാനും അത് നല്ല കട്ടിയിലാകാനായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. എന്നാൽ പണ്ട് നമ്മുടെ പാരമ്പര്യ സ്വത്തായിട്ട് റോഡും വണ്ടിയും ഒക്കെ വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കുട്ടനാടുകാർ ആശ്രയിച്ചിരുന്നത് ഈ വെള്ളവും ജലമാർഗവും ഒക്കെയാണ്. അപ്പോൾ അതിനെ സംരക്ഷിക്കാനായിട്ട് നമ്മളാരും ഇപ്പോൾ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ മനസ്സ് കാണിക്കുന്നില്ല എന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ പ്രദേശത്തെ എല്ലാ തോടുകളും കുളങ്ങളും ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ കൂടെ മുൻകൈ എടുത്തുകൊണ്ട് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് മാത്രം ഇപ്പം ആഴം കൂട്ടാനായിട്ടുള്ള, കാരണം ഏറ്റവും കൂടുതൽ തോടുള്ള ഒരു ജില്ല എനിക്ക് തോന്നുന്ന ആലപ്പുഴയാണ്, അല്ലെങ്കിൽ പുഴയുള്ള ജില്ല ആലപ്പുഴയാണ്. അപ്പോൾ അത് നമ്മളെല്ലാവരും കൂടെ മുൻകൈ എടുത്തുകൊണ്ട് അത് ക്ലീൻ ചെയ്ത് അത് നല്ല രീതിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നീരൊഴുക്ക് വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ പ്രദേശത്തുണ്ടാകും. വൈസ് പ്രസിഡന്റ് സൗമ്യ സനൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സെക്രട്ടറി ലീന മോൾ NC വാർഷിക പദ്ധതി അവതരിപ്പിച്ചു. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ഉദയകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ സാജൻ സെബാസ്റ്റ്യൻ, ഹർഷകുമാർ C, മിനി ഗോപൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജിൻ R ഭദ്രൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PV രാമഭദ്രൻ, വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. വെല്ലുവിളികളെ നേരിടാൻ ഹിന്ദു സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്ന് ആചാര്യ വേദാഗ്നി അരുൺ സൂര്യഗായത്രി തലവടി പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ സ്വയം സേവക സംഘം 100 വർഷം പൂർത്തിയായതിൻ്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്.
സയൻസിന്റെ ഒരു തിയറി, ഫിസിക്സിലെ ഒരു വളരെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള മഹാവിസ്ഫോടന സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു വളരെ തിയറി വളരെ ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞു തന്നിരിക്കുകയാണ്. പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ശാസ്ത്രത്തോട് ചോദിക്കുമ്പോൾ ശാസ്ത്രം പറയുന്നത് ഒരു മഹാവിസ്ഫോടനത്തിൽ നിന്നാണെന്നാണ്. അതിനാൽ ശാസ്ത്രം ഒരു കാലം വയ്ക്കുന്നുണ്ട്. അതാണ് T=0 എന്ന് പറയുന്നത്. T എന്ന് പറഞ്ഞാൽ ടൈം, 0 എന്ന് പറയുന്നത് 0 ആ പോയിന്റാണ്, റഫറൽ പോയിന്റാണ്. അവിടെ നിന്നും 10⁻⁻46 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും T=10⁻⁻46 എന്ന ആ സമയത്തിൽ നിന്നും അതിന്റെ പ്രപഞ്ചം അതിന്റെ വിസ്ഫോടനം ആരംഭിച്ചു എന്ന് ശാസ്ത്രം നമ്മളോട് പറയുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ കേരള ബൗദ്ധിക് ശിക്ഷൻ പ്രമുഖ് പി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ എസ് ജിതേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കെ ബിജു, എ ജി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. തലവടി പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്ന് ഘോഷയാത്രയോടെയാണ് പരിപാടി തുടങ്ങിയത്. കൈകൊട്ടിക്കളി, തിരുവാതിര, കളരി അഭ്യാസ പ്രകടനം, യോഗ പ്രദർശനം എന്നിവയും ഉണ്ടായിരുന്നു. ഗാനരചയിതാവ് ആർ രതീഷ് കുമാർ, യുവകവി കണ്ണൻ തലവടി, കരിക്കുലം കമ്മിറ്റി അംഗം ഡോക്ടർ സൗമ്യ പ്രേംകുമാർ, കളരി പരിശീലകൻ സന്തോഷ് ഗുരുക്കൾ, ബാലതാരം അക്ഷര എ നായർ, വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നയാളെ രക്ഷിച്ച ബിന്ദു ജയകുമാർ, നർത്തകി നൃത്തകലാക്ഷേത്രം അധ്യാപിക സേതുലക്ഷ്മി വാര്യർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഇനിയൊരു ഇടവേള. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോൾ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. തിരികെ വാർത്തകളിലേക്ക്. കായിക മേഖലയിൽ പുതിയ ചുവടുവെപ്പുമായി ചങ്ങനാശ്ശേരി SB കോളേജ്. കോളേജിൽ സജ്ജീകരിച്ച ക്രിക്കറ്റ് പ്രാക്ടീസ് നെറ്റുകളുടെയും ക്രിക്കറ്റ് അക്കാദമിയുടെയും ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. കായിക രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചങ്ങനാശ്ശേരി സെന്റ് ബെർക്കുമൻസ് കോളേജിൽ സജ്ജീകരിച്ച ക്രിക്കറ്റ് പ്രാക്ടീസ് നെറ്റുകളുടെയും ക്രിക്കറ്റ് അക്കാദമിയുടെയും ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. കോട്ടയം ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് കോളേജ് ക്യാമ്പസിൽ ക്രിക്കറ്റ് പ്രാക്ടീസ് സൗകര്യം ഒരുക്കിയത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി വിനോദ് എസ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ക്രിക്കറ്റിൽ അറിയപ്പെടുന്നത് അവിടുത്തെ വിമൻ ക്രിക്കറ്റിന്റെ സ്ട്രെങ്ത് വെച്ചിട്ടാണ്. കുറേയധികം കുട്ടികൾ ഇന്ത്യ കളിച്ചു. അപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഒരു സ്റ്റേറ്റ് അക്കാഡമി അവിടെയാണ്. അത് കാരണം കുറെ കുട്ടികൾ അവിടെ വന്നു. അതുപോലെ വയനാട് നിന്ന് തന്നെ ഉള്ള കുട്ടികൾ ഇന്ത്യൻ ടീമിൽ വരെ എത്തി. അപ്പൊ അതുപോലെ ഇവിടെയും അങ്ങനെ ഒരു വിമൻ ക്രിക്കറ്റിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെയുള്ള ഒരു ലോക്കൽ ഇതിന് നിയർ ബൈ ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ടാലന്റഡ് ആയിട്ടുള്ള കുറേയധികം നല്ല ജൂനിയർ പ്ലേയേഴ്സ് ഉണ്ട്. നമുക്ക് കേരളത്തിന് വേണ്ടി കളിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ കോളേജിലൊക്കെ അഡ്മിഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതുപോലെയുള്ള ഒരു എന്തൂസിയാസം കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരു നല്ല ലെവലിൽ അവരെ കൊണ്ടെത്തിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പുതിയ സൗകര്യം ഒരുക്കിയതോടെ കൂടുതൽ കൃത്യതയാർന്ന കായിക പരിശീലനം കുട്ടികൾക്ക് ലഭ്യമാകും. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് വി നായർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. SB കോളേജ് മാനേജർ ഫാദർ ആന്റണി ഏത്തക്കാട് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ടെഡി സി കാഞ്ഞൂപ്പറമ്പിൽ, കോട്ടയം ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ മോബി തോമസ്, സെക്രട്ടറി ഹരികൃഷ്ണൻ MK എന്നിവർ സന്നിഹിതരായിരുന്നു. SNDP യോഗം 1825 നമ്പർ തെക്കേക്കര ശാഖാ കുടുംബ സംഗമവും പുതിയ ശാഖാ ഓഫീസിന്റെ ഉദ്ഘാടനവും ഞായറാഴ്ച നടന്നു. കുട്ടനാട് യൂണിയൻ കൺവീനർ സന്തോഷ് ശാന്തി ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം അന്ന് 25 ശാഖകളുടെ ഒരു യൂണിയൻ എന്ന നിലയിലാണ് യൂണിയൻ രൂപീകരിച്ചത്. അതുകൊണ്ടാണ് SNDP യോഗത്തിന്റെ പ്രഥമ യൂണിയൻ കുട്ടനാട് SNDP യൂണിയനായി മാറിയതും അതുകൊണ്ടാണ്. കാരണം 25 ശാഖകൾ അന്ന് 1 മുതൽ 25 ശാഖകൾ നമ്മുടെ കുട്ടനാട്ടിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ SNDP യോഗത്തിന്റെ ആദ്യത്തെ ശാഖകളും ആദ്യത്തെ യൂണിയനും കുട്ടനാട്ടുകാരെ അഭിമാനിക്കാവുന്ന തരത്തിൽ കുട്ടനാട്ടിൽ തുടങ്ങുവാൻ കഴിഞ്ഞു. അന്നൊക്കെ ഭജനമഠങ്ങളായി ശ്രീനാരായണഗുരുദേവ പ്രപാദങ്ങളുടെ ശിഷ്യ പരമ്പരകളും നിന്നുകൊണ്ട് ഭജനമഠങ്ങളായിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥനാ മന്ദിരങ്ങൾ, അതുകൊണ്ടാണ് പല ക്ഷേത്രങ്ങൾ തിരുവാതിര സേവ. ക്ഷേത്രം മേൽശാന്തി സൂര്യനാരായണൻ ശാന്തികൾ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ഒന്നാങ്കരയിലെ ക്ഷേത്രാങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ശാഖാ പ്രസിഡന്റ് PD ഉണ്ണി പൂപ്പള്ളിക്കുന്നം അധ്യക്ഷനായി. യൂണിയൻ കമ്മിറ്റി അംഗം GM സാബു, ശാഖാ സെക്രട്ടറി CG ഹരിദാസ്, വൈസ് പ്രസിഡന്റ് TR അനീഷ്, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് T സജീവ്, മധു പുതുവൽ എന്നിവർ സംസാരിച്ചു. ഗുരുദർശനം കുടുംബജീവിതത്തിൽ എന്ന വിഷയത്തിൽ നിർമ്മല മോഹനനും, ഗുരുവിൻ്റെ സ്തോത്രകൃതികളും അദ്വൈത ദർശനവും എന്ന വിഷയത്തിൽ SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ സെക്രട്ടറി സുരേഷ് പരമേശ്വരനും പ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരെ കുടുംബസംഗമത്തിൽ ആദരിച്ചു.
തലവടി പുതുപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവത്തോടനുബന്ധിച്ചുള്ള പൊങ്കാല തിങ്കളാഴ്ച രാവിലെ നടന്നു. SNDP യോഗം കുട്ടനാട് സൗത്ത് യൂണിയൻ ചെയർമാൻ സന്ദീപ് പച്ചയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടുത്തെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് സഹായത്തിന്റെ പ്രവർത്തകർ കൃത്യമായ സമയത്തോടെ എത്തണം എന്ന് എന്നോട് ആവശ്യപ്പെടുകയും ഈ 4 വർഷവും ഈ പൊങ്കാലയിൽ എനിക്ക് പങ്കാളി ആവാനായിട്ട് കിട്ടിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ ക്ഷേത്രത്തെയും ഈ സഹായത്തിന്റെയും പ്രവർത്തനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കുറേ സമയം സംസാരിക്കേണ്ടതായിട്ടുണ്ട്. സംഘടനാപരമായിട്ട് ശക്തമായ പ്രവർത്തനമാണ് ഈ സഭയുടെ നേതൃത്വത്തിൽ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. ഇന്ന് തന്നെ ഈ സഭയിൽ വന്നപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ അംഗത്തിൽ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. ശാഖാ പ്രസിഡന്റ് സഞ്ജു കോടത്തുശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൺവീനർ P. സുപ്രമോദ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സെക്രട്ടറി മനോജ് ചിറപ്പറമ്പ്, ഗ്രാമപഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത്, പോഷക സംഘടനാ ഭാരവാഹികളായ ഉമയമ്മ വിശ്വനാഥൻ, അമ്പിളി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പണ്ടാര പൊങ്കാലയെടുപ്പിൽ പ്രവീൺ ശാന്തി അഗ്നി പകർന്നു. ഉച്ചകഴിഞ്ഞ് 2:30 മാണത്താറ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പകൽപൂരം, രാത്രി 7:30 തിരുവാതിരകളി, 12:30 ആറാട്ട് പുറപ്പാട്, പുലർച്ചെ 4:30 ആറാട്ടുവരവ്, വലിയ കാണിക്ക, ഗുരുതി എന്നിവ നടന്നു. ഇനി 6 ദിവസത്തേക്ക് ക്ഷേത്രനട തുറക്കില്ല. നെടുമുടി വൈശ്യം ആളേഴം സർപ്പക്ഷേത്രത്തിലെ 16ാമത് പുനഃപ്രതിഷ്ഠാ വാർഷികം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ഞായറാഴ്ച നടന്നു. ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പൂജാകർമ്മങ്ങൾ. ക്ഷേത്രപൂജാകർമ്മങ്ങൾക്ക് ശേഷം രാവിലെ 10:30 ഭാഗവത പാരായണം ആരംഭിച്ചു. 11 പുള്ളുവൻ പാട്ട്, ഉച്ചയ്ക്ക് 1 മുതൽ അന്നദാനം, വൈകിട്ട് 6:30 ദീപക്കാഴ്ച എന്നീ ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. രാത്രി 7 മജീഷ്യൻ മനു മങ്കൊമ്പിന്റെ മാജിക് ഷോയും അരങ്ങേറി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 14,690 രൂപ, പവന് 1,17,520 രൂപ. ചങ്ങനാശ്ശേരി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ചങ്ങനാശ്ശേരി ഫ്ലൈ ഓവറിന്റെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത് പാലാത്ര ലായിക്കാട് ബൈപ്പാസ് തെങ്ങണ റോഡുമായി ചേരുന്നിടത്ത്. സാംസ്കാരിക വകുപ്പിന്റെ ഗ്രാമീണ കലാകേന്ദ്രം പദ്ധതി 100 കണക്കിന് കലാകാരന്മാർക്ക് ജീവനോപാധിയായി മാറിയെന്ന് മന്ത്രി സജി ചെറിയാൻ. കേരളത്തിലെ പൈതൃക ഗ്രാമങ്ങളെ പദ്ധതിയുടെ ഭാഗമാക്കുമെന്നും മന്ത്രി. ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം ആസ്ഥാന മന്ദിരം നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. പത്ത് വർഷത്തെ LDF ഭരണം കുട്ടനാടിന്റെ കാർഷിക മേഖലയെ താറുമാറാക്കിയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര കുട്ടനാട്ടിൽ വൻ തരംഗമായി മാറുമെന്നും കൊടിക്കുന്നിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.